ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കല്ലേ? അപ്പോൾ അതേ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇഡലിയുടെ റെസിപ്പിയാണ്. അരിപ്പൊടി വെച്ചിട്ടുള്ള ഇഡലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതേ നമ്മുടെ മാവ് കണ്ടില്ലേ, ഇത്രയധികം പൊങ്ങി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഒരു ഇഡലിയാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, അപ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. നമ്മൾ 2 ഇഡലി കഴിക്കുന്നവരാണെങ്കിൽ ഈ ഇഡലി ആണെങ്കിൽ എന്തായാലും ഒരു 5 ഉണ്ടെങ്കിൽ നമ്മൾ കഴിച്ചു പോകും. അത്രയും ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ഇഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അളവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങളിനിപ്പോൾ ഏത് ഗ്ലാസ്സാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള അരിപ്പൊടി എടുക്കാനും അതുപോലെ തന്നെ ചോറ് എടുക്കാനും അതേ ഗ്ലാസ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ടിട്ട് 5 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഒന്ന് കുതിർന്ന് കിട്ടണം. അപ്പോൾ അത് നന്നായി കഴുകി ഒരു 2-3 വട്ടം നന്നായി കഴുകിയതിന് ശേഷം അതിൽ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഉഴുന്ന് കുതിരാനായിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3 ഗ്ലാസ്സോളം നമ്മൾ ഉഴുന്നെടുത്തിട്ടില്ലേ ഗ്ലാസ്സില്ലേ, അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 3 ഗ്ലാസ് വെള്ളം അതിലേക്ക് കുതിരാനായിട്ട് ഒഴിച്ച് വെക്കണം. എന്നിട്ട് ഒരു 5 മണിക്കൂറിന് ശേഷമാണ് നമ്മളിതിൽ മാവ് തയ്യാറാക്കണത് കേട്ടോ. മാവ് കലക്കി വയ്ക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന പാത്രം കുക്കറാണ് കേട്ടോ. കുക്കർ അല്ലെങ്കിൽ കാസറോളായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാവ് നന്നായി പൊന്തി മേലേക്ക് വരും. അപ്പോൾ അതേ ആദ്യം തന്നെ കുക്കർ എടുത്ത് വെച്ചിട്ട് അതേ ഗ്ലാസ് കൊണ്ട് തന്നെ 3 ഗ്ലാസ് അരിപ്പൊടി ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ സാധാരണ പത്തിരി അതുപോലെ നൂൽപുട്ട് ഒക്കെ ഉണ്ടാക്കാനായി നമ്മൾ ഉപയോഗിക്കില്ലേ, അതേ പൊടി നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത പൊടിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 3 ഗ്ലാസ് അരിപ്പൊടി ഇതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഗ്ലാസ് കൊണ്ട് തന്നെ 4 ഗ്ലാസ് വെള്ളം, അപ്പോൾ ഇതേ കപ്പിൽ 4 ഗ്ലാസ് വെള്ളമാണ് കൊള്ളുക. അപ്പോൾ 4 ഗ്ലാസ് വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അധികം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല. കണ്ടില്ലേ, 4 ഗ്ലാസ് വെള്ളം കറക്റ്റ് ആയിരിക്കും. വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരിപ്പൊടി നന്നായി ലൂസാക്കി എടുക്കുന്നുണ്ട്, മാവ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വെള്ളം ഒഴിച്ചിട്ട് കലക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു രൂപത്തിൽ കിട്ടും കേട്ടോ. അധികം ലൂസാവാനായിട്ട് പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ, നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിട്ട ആ വെള്ളമല്ലേ, ആ വെള്ളം കളയരുത്. ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉഴുന്ന് അരച്ചെടുക്കുന്നത് കേട്ടോ. അതുപോലെ ചോറ് അരച്ചെടുക്കുമ്പോഴും അതെ, ആ വെള്ളം തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ട അതേ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക. ഉഴുന്നിൻ്റെ ഒരു 3/4 ഭാഗത്തോളം ഞാൻ അരച്ചെടുക്കുന്നുണ്ട് ആ വെള്ളം തന്നെ ഒഴിച്ചിട്ട്. ഉഴുന്ന് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ തൊട്ട മേലെ കണ്ട് വെള്ളം നിൽക്കണം, എന്നെങ്കിലാണ് കറക്റ്റായിട്ട് ഉഴുന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. അതേ ആ അരിപ്പൊടിയുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ സെക്ഷൻ ഉഴുന്ന് അതും കൂടി അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് ഉഴുന്നും കൂടിയുള്ളൂ ബാക്കി. അപ്പോൾ നമ്മുടെ ചോറ്, ഒരു ഗ്ലാസ് ചോറ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ വീട്ടിൽ വെക്കുന്ന സാധാരണ ചോറില്ലേ അത് തന്നെ, അതും കൂടി ഈ ഉഴുന്നിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണം. ഒരുമിച്ച് അരക്കണം എന്നില്ല, ഇത് ഞാൻ കുറച്ച് ഉഴുന്നുള്ള കാരണം ഇതിൻ്റെ ഒപ്പം വിട്ട് അരക്കണം എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചോറും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടുള്ള വെള്ളമില്ലേ, ആ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3/4 സ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇത്രത്തോളം ഉപ്പ് മതി. പിന്നെ കുറച്ച് പഞ്ചസാര, ഒരു 1/4 സ്പൂണോളം പഞ്ചസാര അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി ഒന്ന് പേസ്റ്റ് പോലെ നന്നായി അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ട് നമ്മളിത് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായി അടിച്ചെടുക്കുക. ഒരു 1-2 മിനിറ്റ് നന്നായി കൈകൊണ്ട് ഇങ്ങനെ അടിച്ചെടുത്താലായിട്ട് ആ മാവ് നന്നായി ഇങ്ങനെ പൊന്തി വരും. ഇത് ഏകദേശം ഇപ്പോൾ അരഭാഗത്തോളം ഞാനിത് തയ്യാറാക്കി വെച്ചിട്ടുള്ളൂ. നേരം വെളുക്കുമ്പോൾ നമ്മുടെ കുക്കറിൻ്റെ മേൽഭാഗം വരെ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നന്നായി അടിച്ചതിന് ശേഷം ഇത് കുക്കറിൻ്റെ മൂടിയില്ലേ, ആ മൂടി ഉപയോഗിച്ചിട്ട് എയർ ടൈറ്റായി അടയ്ക്കുന്ന രീതിയിൽ നമുക്കിത് അടച്ച് സൂക്ഷിക്കാം. ഇത് വെറുതെ മൂടി അതിൻ്റെ മേലെ വെച്ചാൽ പോരാ, എയർ ടൈറ്റായി നമ്മൾ അടയ്ക്കില്ല അതുപോലെ തന്നെ അടച്ച് വെക്കണം. അപ്പോൾ നന്നായിട്ട് മാവ് നന്നായി മേലേക്ക് പൊന്തി വരും കേട്ടോ. ഇത് ഏത് മഴക്കാലത്തും നമുക്കിങ്ങനെ വെക്കാം. തീരെ മാവ് പൊന്തില്ല അങ്ങനെയുള്ള ടെൻഷനുള്ളവർക്കൊക്കെ ഇത് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. നേരം വെളുക്കുമ്പോഴേക്കും നന്നായി അത് പൊന്തി വരും കേട്ടോ. അപ്പം ഞാൻ ഇതൊരു 9 മണിക്കാണ് ഇത് ക്ലോസ് ചെയ്ത് വെക്കുന്നത്. ഇനി നേരം വെളുത്തിട്ട് ഞാനിതിൻ്റെ മാവ് എങ്ങനെയാണ് പൊന്തി വരണതെന്ന് കാണിക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ബബിൾസൊക്കെ കളഞ്ഞ് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. എന്നിട്ട് ഞാൻ ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. പിന്നെ നേരം വെളുത്തതിന് ശേഷം ഞാനൊരു 5:30 ആകുമ്പോഴാണ് ഞാനിത് വന്ന് തുറന്ന് നോക്കണത് കേട്ടോ. അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇനി കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താലായിട്ട് മാവ് പുറത്തേക്ക്, മൂടിയുടെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് താഴത്തേക്കായിട്ട് വരും. അപ്പോൾ ഞാനത് തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, ഇത്രത്തോളം നിറഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയണ പോലെ കറക്റ്റായിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ മാവ് കിട്ടും. പിന്നെ ഇഡലി ആണെങ്കിൽ അത്രയും സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. 2 എണ്ണം കഴിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ഒരു 4-5 കഴിക്കും, അത്ര ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റുള്ള ഇഡലിയാണ് കേട്ടോ. അപ്പോൾ ഇഡലിത്തട്ടിൽ നന്നായി വെളിച്ചെണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വെളിച്ചെണ്ണ പരട്ടി കൊടുത്താലും ഇഡലിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായി ഇളക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല,
കാരണം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുപോലെ എല്ലാം കറക്റ്റ് ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്, വെള്ളം ഒക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്കത് കോരി ഒഴിച്ചാൽ മാത്രം മതി. പിന്നെ ഇഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതൊന്ന് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ തട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇഡലി നന്നായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അപ്പോൾ ഇതേ ഇഡലി ചെമ്പിൽ വെള്ളം വെച്ചത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഓരോ തട്ടായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഒരു 8-9 മിനിറ്റ് നന്നായി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ച് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടും, ഇഡലി നന്നായി വെന്ത് കിട്ടും. അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ചാറി കൊടുത്തിട്ട് അതൊന്ന് എടുക്കുകയാണെങ്കിൽ വേഗം നമുക്ക് വിട്ടുപോരും. അപ്പോൾ നമ്മുടെ അരിപ്പൊടി വെച്ചിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഇഡലി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം നമുക്ക് അരിയൊക്കെ അരയ്ക്കാൻ കുറച്ച് മടിയുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ നേരം വൈകി അരി ഉഴുന്ന് ഇടാനായിട്ട് നേരം വൈകി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കുറേ സമയമൊന്നും നമുക്കത് അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കാനുള്ള സമയമൊന്നും പോവില്ല, ഉഴുന്ന് അരയ്ക്കാനുള്ള സമയം മാത്രം മതി. പിന്നെ അരിപ്പൊടി ഇട്ടിട്ട് നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാവുന്നുള്ളൂ. പിന്നെ ഇത് ഇഡലി തയ്യാറായി വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം മാത്രം ഇളക്കിയെടുക്കുക. അല്ലെങ്കിൽ ചൂടാറിനാട്ടി മുന്നേ നമുക്ക് കുത്തിയെടുക്കുമ്പോൾ നമ്മൾ ആകെ അത് പൊടിഞ്ഞു പോകും, ഇഡലി ഇങ്ങനെ സൈഡൊന്നും ശരിക്കും കിട്ടില്ല. ഇതിപ്പോൾ കണ്ടില്ലേ, പഞ്ഞിക്കെട്ട് പോലത്തെ ഇഡലിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സാമ്പാർ, ചട്നി, ചമ്മന്തി ഒക്കെ കൂടിയിട്ട് നല്ല സൂപ്പറായിട്ട് കഴിക്കാം. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അത്രയും സോഫ്റ്റാണ്. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒരു ദിവസമെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.